അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി തരട്ടെ, വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ, രോഗങ്ങൾക്ക് ഷിഫ നൽകട്ടെ. എൻ്റെ വോയിസ് പൂർണ്ണമായി എല്ലാവരും കേൾക്കുക. അതുപോലെ എൻ്റെ ചാനലിന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നിങ്ങളെല്ലാവരും മുമ്പ് സപ്പോർട്ട് ചെയ്തതുപോലെ എൻ്റെ ഷിഫാഉൽ അംറാദ് 2 എന്ന ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാം റാഹത്താക്കി തരട്ടെ. ഇന്ന് ഞാൻ വന്നത് രോഗങ്ങൾ വരാതിരിക്കാനും വന്ന രോഗങ്ങൾ ശിഫയാകാനുമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇന്ന് രോഗങ്ങളില്ലാത്തവരില്ല. എല്ലാ ആളുകൾക്കും രോഗങ്ങളാണ്, ചെറിയ കുഞ്ഞു കുട്ടികൾക്കടക്കം രോഗങ്ങൾ. കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ജീവിതശൈലി, ഒന്ന് ഭക്ഷണത്തിൻ്റെ പ്രശ്നം, ക്ലൈമറ്റ് പ്രശ്നം, നമ്മുടെ ജീവിത ചിട്ടയുടെ പ്രശ്നം, അതുപോലെ ഉറക്കിൻ്റെ പ്രശ്നം, മൊബൈലിന് സ്ഥിരമായി അഡിക്റ്റായവരുടെ പ്രശ്നം, കുടുംബ പ്രശ്നം, പാരമ്പര്യ പ്രശ്നം, ഇങ്ങനെ അതുപോലെ ഇന്ന് കാണുന്ന കൊറോണ വൈറസിൻ്റെ കാലത്ത് ഉള്ള ഇഞ്ചക്ഷൻ കാരണം, ഇങ്ങനെ പല രീതിയിലും ഇന്ന് നമുക്ക് രോഗങ്ങളാണ്. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ, വന്ന രോഗങ്ങൾ മാറാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഭക്ഷണം കുറക്കുക, ക്രമീകരിക്കുക. അരിഭക്ഷണം കുറക്കുക, പഞ്ചസാര മുഴുവനായി ഒഴിവാക്കുക, മൈദ, ഉപ്പ്, പാല് പോലത്തത് ഒഴിവാക്കുക. പിന്നെ ഉറക്കം ക്രമീകരിക്കുക, കുളി ഒരേ സമയത്തായിരിക്കുക. അതുപോലെ ക്ലൈമറ്റ് പരിശോധിച്ചുകൊണ്ട് യാത്ര പോവുക, തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക, പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതുപോലെ എല്ലാ ദിവസവും കുറച്ച് അധ്വാനം, ഏതെങ്കിലും രീതിയിലുള്ള കുറച്ച് അധ്വാനങ്ങൾ, അതെന്തായാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എക്സസൈസ്, വ്യായാമം, അല്ലെങ്കിൽ നടത്തം, ഓട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും മുടങ്ങാതെ അരമണിക്കൂറെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ 5 വഖത്ത് നിസ്കാരം, അത് ഏറ്റവും വലിയൊരു വ്യായാമമാണ്. അത് കറക്റ്റായിട്ട് കൊണ്ട് നടക്കുക. പിന്നെ മെയിനായിട്ട് പ്രാർത്ഥന, 5 സമയങ്ങളിലും അല്ലാത്തപ്പോഴും ദുആ ചെയ്യുക. ഇങ്ങനെ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ തൊട്ട് തടയാൻ സാധിക്കും. വന്ന രോഗങ്ങൾ നമ്മളെ വിട്ട് പോവുകയും ചെയ്യും. ഏത് രീതിയിലാണ്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വൈറസുകളാണ്, മാരകമായ രോഗങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹുവെ കാക്കണേ. ക്യാൻസർ, സ്ട്രോക്ക്, ബ്ലോക്ക്, അറ്റാക്ക്, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, ഇതിനൊക്കെ തൊട്ട് കാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ആത്മാർത്ഥമായി തഖ്വയോടുകൂടി ദുആ ചെയ്യുക. ഇങ്ങനെ ദിവസങ്ങൾ, എല്ലാ ദിവസങ്ങളും നമ്മളിത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കാവലും സഹായവും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കുമുള്ള, നമ്മളോട് ബന്ധപ്പെട്ടവർക്കുമുള്ള രോഗങ്ങൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടെ, ആഫിയത്തോടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആയുസ്സിനെ നീട്ടി നൽകട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു തആല ഹാസിലാക്കി തരട്ടെ. ഖൈറായ രീതിയിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും സമ്പത്ത് വർദ്ധിപ്പിച്ച് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.